Theorem 24.6 Unique Hand-Banach Extension Theorem. Let H be a Hilbert space and G be a subspace of H. Let small g be a continuous linear functional on capital G. Then there is a unique continuous linear functional f on H such that f restricted to G is equal to small g and norm of f is equal to norm of G. Important theorem ആണ് ഹാൻഡ്-ബനാക്ക് എക്സ്റ്റൻഷൻ തിയറം. എച്ച് എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. എച്ച് ഇസ് എ ഹിൽബർട്ട് സ്പേസ്. അതിൻ്റെ ഒരു സബ്സ്പേസ് ആണ് ജി. ജി ഇസ് എ സബ്സ്പേസ് ഓഫ് എച്ച്. ഈ സ്മോൾ ജി, ഈ ക്യാപിറ്റൽ ജിക്ക് അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആണ് സ്മോൾ ജി. സോ സ്മോൾ ജി ഇസ് എ linear map from capital G to K and which is continuous. Small g is a continuous linear functional defined on capital G. എങ്കിൽ തിയറം പറയുന്നത് ഈ ജിയെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എച്ചിലോട്ട് കൊണ്ടുപോകാം. ജിക്ക് സ്മോൾ ജിക്ക് ഒരു എക്സ്റ്റൻഷൻ എച്ചിനകത്ത് കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ. F is a continuous linear functional from H to K such that this F is equal to G on capital G. Capital G യിലെ F ഉം G യും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ F restricted to capital G is equal to small g എന്ന് പറയാം. F restricted to capital G equals small g. അതാണല്ലോ F equals G on capital G എന്ന് പറഞ്ഞാൽ. ഈ F യുണീക്ക് ആയിരിക്കുകയും ചെയ്യും. കൂടാതെ അവരുടെ നോമുകൾ ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. നോം ഓഫ് F is equal to നോം ഓഫ് ജി ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ലിനിയർ ഫങ്ഷണൽ, ഒരു യുണീക്ക് കണ്ടിന്യൂസ് ലിനിയർ ഫങ്ഷണൽ സ്മോൾ എഫ് നമുക്ക് എച്ചിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും. സച്ച് ദാറ്റ് ദീസ് എഫ് ആൻഡ് ജി ആർ ഈക്വൽ ഓൺ ക്യാപിറ്റൽ ജി. അതിനെയാണ് ഹാൻഡ്-ബനാക്ക് എക്സ്റ്റൻഷൻ തിയറം എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് യുണീക്ക് ഹാൻഡ്-ബനാക്ക് എക്സ്റ്റൻഷൻ തിയറം എന്നതിനെ അറിയപ്പെടും. അപ്പൊ അതിന് ആദ്യം നമ്മൾ ഈ സ്മോൾ ജിയെ ക്യാപിറ്റൽ ജിയുടെ ക്ലോഷറിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ ജിയുടെ ക്ലോഷറിനെ എഫ് എന്ന് വിളിക്കുന്നു. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്ലോഷർ. എന്നിട്ട് ഈ സ്മോൾ ജിക്ക് ഒരു എക്സ്റ്റൻഷൻ നമ്മൾ എഫിനകത്ത് കണ്ടുപിടിക്കും. ജി ടിൽഡ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കും. ജി ടിൽഡ ഇസ് എ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ നോമ് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ജി ഇസ് ഈക്വൽ ടു സ്മോൾ ജി ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ ആകത്തക്ക രീതിയിൽ ആദ്യം സ്മോൾ ജിയെ ക്യാപിറ്റൽ ജിയുടെ ക്ലോഷറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ എച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എന്തിനാണ് ആദ്യം ക്ലോഷറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ജിക്കകത്ത് നമുക്ക് റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റീസ് റെപ്രസെന്റേഷൻ തിയറം നമുക്കൊരു ഹിൽബർട്ട് സ്പേസിലെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജി ഹിൽബർട്ട് സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല. ജിയുടെ ക്ലോഷർ അതൊരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കുമല്ലോ, ക്ലോസ്ഡ് സബ് സ്പേസ് ആയിരിക്കുമല്ലോ. ജി ക്ലോഷറിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു. ആ എഫ് ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആയിരിക്കും. ഹിൽബർട്ട് സ്പേസിന്റെ ക്ലോസ്ഡ് സബ് സ്പേസുകൾ ഹിൽബർട്ട് സ്പേസ് ആണ്. എന്തുകൊണ്ടാ? കംപ്ലീറ്റ് സ്പേസുകളുടെ ക്ലോസ്ഡ് സബ് സ്പേസുകൾ വീണ്ടും കംപ്ലീറ്റ് ആയിരിക്കും. ആയതുകൊണ്ട് എച്ചിന്റെ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് എടുത്താൽ അതൊരു ഹിൽബർട്ട് സ്പേസ് ആവും. അപ്പൊ അതിനകത്ത് നമുക്ക് റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് മുന്നോട്ട് പോയി എച്ചിനകത്തെ എക്സ്റ്റൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു ജി ക്ലോഷർ. ദ ക്ലോഷർ of capital G in H. F എന്നൊരു എലമെന്റ് എടുക്കുന്നു. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ്. ഉടനെ നമുക്ക് ക്ലോഷറിന്റെ ക്യാരക്ടറൈസേഷൻ അനുസരിച്ച് ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് ജിയിൽ നിന്ന് എടുക്കാം. ദെൻ there is a sequence
sequence xn in G such that xn converges to x. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, norm of xn minus x tends to 0 as n tends to infinity. അതിൻ്റെ അർത്ഥം xn tends to x എന്ന് തന്നെയാണ്. norm of xn minus x tends to 0 എന്ന് പറഞ്ഞാൽ xn tends to x as n tends to infinity എന്ന് തന്നെയാണ് അർത്ഥം. ഈ xnകൾ ജിയിലെ എലമെന്റുകളാ, ക്യാപിറ്റൽ ജിയിലെ എലമെന്റുകളാ. അപ്പൊ നമുക്ക് അതിലേക്ക് സ്മോൾ ജി അപ്ലൈ ചെയ്താൽ ജി ഓഫ് എക്സ് എൻ എന്നൊരു പുതിയ സീക്വൻസ് കിട്ടും. ഇവരുടെ ഇമേജുകളുടെ സീക്വൻസ് കിട്ടും, ജി ഓഫ് എക്സ് എൻ. ഇതൊരു കൺവേർജന്റ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ജി ഓഫ് എക്സ് എൻ കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിന് ജി ഓഫ് എക്സ് എൻ ആദ്യം ഒരു കോഷി സീക്വൻസ് ആണെന്ന് കാണിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഫോർ പോസിറ്റീവ് ഇന്റിജേഴ്സ് m and n consider modulus of g of xn minus g of xn. നോമിന് പകരം മോഡുലസ് അവിടെ ഇടേണ്ടത്. മോഡുലസ് ഇടാൻ കാര്യം കെയിലെ എലമെന്റുകളായിരിക്കും. കെയിലേക്കുള്ള ഫംഗ്ഷനാണ് ജി എന്ന് പറയുന്നത്. ഇപ്പൊ ജി ഓഫ് എക്സനും ജി ഓഫ് എക്സമും ഒക്കെ കെയിലെ എലമെന്റുകളാണ്. അപ്പൊ അവരുടെ ഡിഫറൻസിന്റെ മോഡുലസ് ദിസ് ഈസ് ഈക്വൽ ടു ജി ഒരു ലിനിയർ മാപ്പ് ആയതുകൊണ്ട് ജിയുടെ ലിനിയാരിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് എഴുതാം, ജിയുടെ ലിനിയാരിറ്റി വെച്ച്. ഇനി ജിയുടെ കണ്ടിന്യൂറ്റി വെച്ച് ജി കണ്ടിന്യൂസ് ആണ് എന്ന് വെച്ചാൽ ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ലിനിയർ മാപ്പാണ്. അപ്പൊ ബൗണ്ടഡ് ലിനിയർ മാപ്പിന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ജി ഇൻറ്റു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് എഴുതാം. എഫ് എന്ന് പറയും, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലിനിയർ മാപ്പ് ഓൺ ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ ലെഫ്റ്റ് മോഡുലസിന് പകരം ഫങ്ഷണൽ ആകുമ്പം നോമിന് പകരം മോഡുലസ് മതി. അപ്പം അത് വെച്ചിട്ട് മോഡ് ജി ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ഇൻറ്റു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ നമ്മുടെ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസാ. കൺവേർജൻസ് സീക്വൻസുകളെല്ലാം കോഷി സീക്വൻസ് ആണ്. അതുകൊണ്ട് നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആയിരിക്കും ആസ് എം കോമ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. കൺവേർജൻസ് സീക്വൻസുകൾ കോഷി സീക്വൻസ് ആയത് ഏത് സ്പേസിലും കൺവേർജൻസ് സീക്വൻസുകൾ കോഷി സീക്വൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ടെൻസ് ടു 0 ആയിരിക്കും. അതുകൊണ്ട് നോം ജി ഇൻറ്റു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന ഈ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ടെൻസ് ടു 0 ആയിരിക്കും. നോം ജി എന്ന് പറഞ്ഞൊരു ഫിക്സഡ് നമ്പർ ആണ്. 0ലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും 0ലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അങ്ങനെ റൈറ്റ് സൈഡ് കൺവേർജസ് ടു 0 ആണ്. ലെഫ്റ്റ് സൈഡ് മോഡുലസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഉണ്ട്. അപ്പൊ സ്ക്യൂസ് തിയറം വെച്ച് ഈ ഇടയ്ക്കുള്ള ആളും ടെൻസ് ടു 0 ആയിരിക്കും. This implies modulus of g of xn minus g of xm tends to 0 as m and n tends to infinity. That implies sequence g of xn is a Cauchy sequence. is a Cauchy sequence in capital K. ഇമേജുകൾ കെയിലെ എലമെന്റുകളാണ്. അപ്പോൾ കെയിലെ ഒരു സീക്വൻസ് ആണ്, അത് കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കിട്ടി. ജി ഓഫ് എക്സ് എൻ കോഷി സീക്വൻസ് ആണ് കിട്ടാൻ വേണ്ടുന്നത്. അതിന്റെ nth ടേമും mth ടേമും തമ്മിലുള്ള ഡിഫറൻസിന്റെ മോഡുലസ് ടെൻസ് 0 എന്നാണ് കിട്ടേണ്ടത്. അത് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് സീക്വൻസ് ജി ഓഫ് എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ് ഇൻ കെ എന്ന് പറയാം. പക്ഷെ കെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സീക്വൻസ് കെയിൽ കൺവേർജന്റ് ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് sequence g of xn converges in capital K because K is complete. K raised to n എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ പർട്ടിക്കുലർ കേസ് ആയ K raised to 1, K is complete because K is complete. അപ്പോൾ g of xn കെയ്ക്ക് അതൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിനെ കെയ്ക്ക് അകത്തുള്ള ലിമിറ്റ് ആയതുകൊണ്ട് സ്മോൾ k എന്ന് എടുക്കുന്നു.
ലെറ്റ് g of xn converges to small k in capital K. എന്ന് വെച്ചാൽ ലിമിറ്റ് g of xn is equal to k ആണ്. ഇപ്പം നമ്മളിവിടെ ചെയ്ത പ്രോസസ്സ് എന്താണ്? ജിയുടെ ക്ലോഷറായ എഫ് എടുത്തു, അതിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, എഫിൽ നിന്നൊരു എക്സ് എടുത്തു, എന്നിട്ട് ആ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ജിയിൽ നിന്നെടുത്തു. ജിയുടെ ക്ലോഷറാണ് എഫ് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സീക്വൻസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സീക്വൻസ് എടുത്ത് ജി ഓഫ് എക്സ് എൻ, എന്നിട്ട് ആ ജി ഓഫ് എക്സ് ആ എക്സ് എന്നിലേക്ക് സ്മോൾ ജി നമ്മൾ അപ്ലൈ ചെയ്തു. ജി ഓഫ് എക്സ് എൻ അത് കൺവേർജൻ്റ് ആണെന്ന് കാണിച്ചു, അതിൻ്റെ ലിമിറ്റ് കണ്ടെത്തി കെ എന്നെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ എക്സിൽ നിന്ന് തുടങ്ങി, എഫിൽ നിന്ന് ഒരു എക്സ് എടുത്ത് അവിടെ നിന്ന് തുടങ്ങി കെയിൽ എത്തിച്ചേർന്നു, ക്യാപിറ്റൽ കെയിലെ ഒരു എലമെൻറ്റിൽ എത്തിച്ചേർന്നു. എഫിൽ നിന്ന് ഏത് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്മോൾ കെ നമുക്ക് ക്യാപിറ്റൽ കെയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. എക്സിൻ്റെ ഇമേജ് കെ ആകത്തക്ക രീതിയിൽ എഫിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എഫിനകത്ത് നമ്മൾ ജി ടിൽഡ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ എ ഫംഗ്ഷൻ ജി ടിൽഡ ഫ്രം എഫ് ടു കെ ബൈ ജി ടിൽഡ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് സ്മോൾ കെ. എങ്ങനെ കിട്ടിയത് ആ സ്മോൾ കെ? which is the limit of g of xn. xn എന്താ പ്രത്യേകത? xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. where xn is a sequence in g converging to x. ഈ ഒരു പ്രോസസ്സ് നമ്മളിവിടെ ചെയ്തത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ജി ടിൽഡ ഇതൊരു ഫംഗ്ഷനാന്ന് നമുക്ക് പറയണമെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ മാത്രമേ ഉണ്ടാകാവൂ. ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ കെയും ഉണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ ആവത്തില്ല. ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ആകും. അതായത് നമ്മൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന എക്സ് എൻ എന്ന സീക്വൻസ് എടുത്ത് അതിന്റെ ഇമേജുകളുടെ ലിമിറ്റ് എടുത്താണ് ജി ടിൽഡ ഓഫ് എക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന വേറെ സീക്വൻസുകളും ഉണ്ടാകാം. വൈ എൻ എന്നും ഇസഡ് എൻ എന്നും ഒക്കെ മറ്റ് സീക്വൻസുകൾ ഉണ്ടാവാം. വൈ എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ വൈ എന്നുകളുടെ ഇമേജായ ജി ഓഫ് വൈ എന്നിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റും കെ തന്നെ ആയിരിക്കണം. ഇസഡ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ അവരുടെ ഇമേജുകൾ ജി ഓഫ് ഇസഡ് എൻ അതും ടെൻസ് ടു കെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് ആവത്തില്ല. ഈ ലിമിറ്റുകളൊക്കെ ഡിഫറൻ്റ് ആണെങ്കിൽ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയി നമ്മുടെ ഈ ഡെഫിനിഷനിൽ കൂടി പല ഇമേജുകൾ വരും. അപ്പോൾ അത് ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആവണമെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആവണം. വെൽ ഡിഫൈൻഡ് ആകണമെങ്കിൽ ഈ കെ യുണീക്ക് ആയിരിക്കണം. അതൊന്ന് കാണിക്കാനാണ് അടുത്തത് പോകുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ കെ എന്ന് പറയുന്നത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. കെയുടെ യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന മറ്റൊരു സീക്വൻസ് നമുക്ക് പരിഗണിക്കാം. ലെറ്റ് sequence yn be another sequence in G such that also converges to x. Norm of yn minus x norm of yn minus x also converges to 0 as sentence to infinity. എന്ന് പറഞ്ഞാൽ വൈ എന്നും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്ന മറ്റൊരു സീക്വൻസ് ആണ്. അപ്പോൾ നമ്മുടെ കെ യുണീക്ക് ആകണമെങ്കിൽ ഈ വൈ എന്നിൻ്റെ ഇമേജുകൾ ജി ഓഫ് വൈ എന്നിൻ്റെ ലിമിറ്റ് കെ തന്നെ ആയിരിക്കണം. ജി ഓഫ് വൈ എന്നും ടെൻസ് ടു കെ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി കൺസിഡർ മോഡ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ. എന്തിനാണ് ഇതെടുത്തത്? ജി ഓഫ് എക്സ് എന്നിൻ്റെ ലിമിറ്റും ജി ഓഫ് വൈ എൻ്റെ ലിമിറ്റും ഈക്വൽ ആണെന്ന് കാണിക്കാൻ അവരുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് ടെൻസ് ടു 0 എന്ന് കാണിച്ചാൽ മതി. രണ്ട് സീക്വൻസുകളുടെ ലിമിറ്റ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ അവരുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് സീക്വൻസുകൾ കെയിലേതാ, അപ്പം അവരുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് ടെൻസ് ടു 0 എന്ന് കാണിച്ചാൽ മതി. അപ്പം അതിനുവേണ്ടി മോഡ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ പരിഗണിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ജിയുടെ ലീനിയാരിറ്റി വെച്ച് മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് എഴുതാം.
വീണ്ടും ജിയുടെ കണ്ടിന്യൂറ്റി വെച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ജി ഇൻറ്റു നോം ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് എഴുതാം. എക്സ് എന്നും വൈ എന്നും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസാണ്. അതുകൊണ്ട് എക്സ് എൻ മൈനസ് വൈ എൻ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസാണ്. എക്സ് എൻ ടെൻസ് ടു എക്സ് ആണ്, എക്സ് എൻ ടെൻസ് ടു എക്സ് ആണ്, വൈ എന്നും ടെൻസ് ടു എക്സ് ആണ് എങ്കിൽ എക്സ് എൻ മൈനസ് വൈ എൻ ടെൻസ് ടു എക്സ് മൈനസ് എക്സ് ആയിരിക്കും, സീറോ ആയിരിക്കും. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള നോം ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ എന്ന് പറയുന്നത് ടെൻസ് ടു സീറോ ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ അതേ ഇൻറ്റു നോം ജി എന്നെടുത്താലും ടെൻസ് ടു സീറോ ആയിരിക്കും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ടെൻസ് ടു സീറോ എന്ന് പറയാം. ലെഫ്റ്റ് സൈഡ് മോഡുലസ് ആണ്. സോ ദിസ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ ടെൻസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഡിഫറൻസിന്റെ ലിമിറ്റ് സീറോ ആയതുകൊണ്ട് ആ സീക്വൻസുകളുടെ ലിമിറ്റ് ഈക്വൽ ആണെന്ന് പറയാം. ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് വൈ എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു കെ. ജി ഓഫ് എക്സ് ന്റെ ലിമിറ്റാണ് നമ്മൾ കെ എന്ന് എടുത്തത്. അപ്പോൾ ജി ഓഫ് വൈ ന്റെ ലിമിറ്റും കെ ആണെന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് വൈ എൻ ഇസ് ഓൾസോ കെ. അപ്പോൾ നമ്മളുടെ കെ യുണീക്ക് ആണ്. നമുക്കൊരു വെൽ ഡിഫൈൻഡ് ആയ ഫംഗ്ഷൻ എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് പോവാണ്. നൗ ഡിഫൈൻ ജി ടിൽഡ ഫ്രം ക്യാപിറ്റൽ എഫ് to k by g tilde of x equals k എന്ന് വെച്ചാൽ ലിമിറ്റ് n tends to infinity g of xn where xn is a sequence in g and xn converges to x. ആ കണക്ഷനും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കിക്കോണം. ജി ടിൽഡെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയാം. പക്ഷേ ആ എക്സ് എൻ എന്ന് പറയുന്ന ഏതെങ്കിലും സീക്വൻസ് അല്ല, ജിയിലെ സീക്വൻസ് ആണ്. അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. എക്സ് എൻ മാറ്റി ഒരു വൈ എൻ എടുത്താലും എക്സിലേക്ക് കൺവേർജ്, ഇതേ എക്സിലേക്ക് കൺവേർജ് ഒരു വൈ എൻ എടുത്താലും ഈ ലിമിറ്റിന് മാറ്റമില്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് ആയ ഒരു ഫംഗ്ഷനാണ്. ദെൻ ജി ടിൽഡ ഈസ് വെൽ ഡിഫൈൻഡ്. അതാണ് മുകളിൽ പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് ഈ ജി ടിൽഡ ജിക്കുള്ളതായ പ്രത്യേകതകളൊക്കെ ഈ ജി ടിൽഡയ്ക്ക് ഉണ്ടെന്ന് കാണിക്കാം. ജി ടിൽഡ ഒരു കണ്ടിന്യൂസ് ലിനിയർ മാപ്പ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. ജി ടിൽഡ ഈസ് എ കണ്ടിന്യൂസ് ലിനിയർ മാപ്പ് ആൻഡ് നോം ഓഫ് ജി ടിൽഡ ഈക്വൽസ് നോം ഓഫ് ജി എന്ന്. കൂടാതെ ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി ഇസ് ഈക്വൽ ടു സ്മോൾ ജി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്മോൾ ജിയുടെ എക്സ്റ്റൻഷൻ ആണ് ജി ടിൽഡ എന്നുള്ളതും കാണിക്കാം. ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യും. ടു പ്രൂവ് ദാറ്റ് ആദ്യം ലിനിയാരിറ്റി പ്രൂവ് ചെയ്യാം. ടു പ്രൂവ് ദാറ്റ് ജി ടിൽഡ ഈസ് ലിനിയർ. ലിനിയാരിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിന് രണ്ട് വെക്റ്റേഴ്സ് ഡൊമൈനിൽ നിന്ന് എടുക്കണം, രണ്ട് സ്കെയിലേഴ്സും എടുക്കണം. Let x comma y element of f and scalars k1 comma k2 element of capital K. Then f ൽ നിന്ന് നമ്മൾ ഒരു x എടുത്താൽ ഉടനെ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് നമുക്ക് x n എന്ന് എടുക്കാം. f ൽ നിന്ന് y എടുത്താൽ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ജിയിലുള്ള സീക്വൻസിനെ y n എന്ന് എടുക്കാം. Then there are sequences sequence xn and sequence yn in capital G such that xn converges to x and yn converges to y. Then
ജി ടിൽഡ ഓഫ് k1x പ്ലസ് k2y. ഇത് നമുക്ക് k1 ഇൻറ്റു ജി ടിൽഡ ഓഫ് എക്സ് പ്ലസ് k2 ഇൻറ്റു ജി ടിൽഡ ഓഫ് വൈ എന്ന് കിട്ടണം. ജി ടിൽഡയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു വെക്ടറിന്റെ ജി ടിൽഡ കിട്ടാൻ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ജിയിലെ സീക്വൻസിന്റെ ലിമിറ്റ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ xn ടെൻസ് ടു x ആണ്, yn ടെൻസ് ടു y ആണ്. ആയതുകൊണ്ട് k1xn പ്ലസ് k2yn കൺവേർജസ് ടു k1x പ്ലസ് k2y ആയിരിക്കും. k1x പ്ലസ് k2yയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആയിരിക്കും k1xn പ്ലസ് k2yn. എന്താ കാര്യം? xn ടെൻസ് ടു x ആണ്, yn ടെൻസ് ടു y ആണ്. ആയതുകൊണ്ട് k1x പ്ലസ് k2yയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് ജിയിൽ നിന്ന് എടുക്കാം. ഈ സീക്വൻസ് ജിയിലെ സീക്വൻസ് ആയിരിക്കും. കാരണം ജി ഒരു സബ് സ്പേസാ, ലിനിയർ സ്പേസാ. ജിയിലെ എലമെന്റുകളുടെ ലിനിയർ കോമ്പിനേഷൻ ജിയിൽ തന്നെ ഉണ്ടാവും. xnഉം yn ജിയിലേതാണ്. അവരുടെ ലിനിയർ കോമ്പിനേഷൻ k1xn പ്ലസ് k2yn ജിയിലേതാണ്. എഫും ലിനിയർ സ്പേസാ. എക്സും വൈയും എഫിലേതായതുകൊണ്ട് k1x പ്ലസ് k2y എഫിലെ എലമെന്റ് ആയിരിക്കും. എഫിലെ എലമെന്റിന്റെ ജി ടിൽഡ കിട്ടാൻ അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസിന്റെ ഇമേജുകളുടെ ലിമിറ്റ് എടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് ആരാണോ ഈ വെക്ടറിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് അതാണ് അകത്ത് എഴുതേണ്ടത്. അതിവിടെ k1xn പ്ലസ് k2yn വിച്ച് ഈസ് ഈക്വൽ ടു ജി ലീനിയർ ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുള്ളതാണ്. ജിയുടെ ലിനിയാരിറ്റി വെച്ചിട്ട് നമുക്കിതിനെ ജി അകത്തോട്ട് കൊണ്ടുപോകാം. k1 ഇൻറ്റു ജി ഓഫ് xn പ്ലസ് k2 ഇൻറ്റു ജി ഓഫ് yn ബിക്കോസ് ജി ഈസ് ലീനിയർ ഈക്വൽസ്. വീണ്ടും ലിമിറ്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിമിറ്റ് അകത്തേക്ക് കൊണ്ടുപോകാം. k1 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് xn പ്ലസ് k2 ഇൻറ്റു ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് yn which is equal to k1 ഇൻറ്റു ലിമിറ്റ് ജി ഓഫ് xn. അതിന് എന്തെഴുതാം? എന്താന്ന് മാറ്റി എഴുതാം? ജി ടിൽഡ ഓഫ് എക്സ്. കാരണം എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ് xn, ജിയിലെ സീക്വൻസ് ആണ് xn. അപ്പം നമ്മുടെ ജി ടിൽഡയുടെ ഡെഫിനിഷൻ വെച്ച് ലിമിറ്റ് ജി ഓഫ് xn എന്നുള്ളതിന് പകരം ജി ടിൽഡ ഓഫ് എക്സ് എന്ന് എഴുതാം. പ്ലസ് k2 ഇൻറ്റു ലിമിറ്റ് ജി ഓഫ് y എന്നുള്ളതിന് പകരം ജി ടിൽഡ ഓഫ് y എന്ന് എഴുതാം. കാരണം വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു yn എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലീനിയാരിറ്റി കിട്ടി. ജി ടിൽഡ ഓഫ് k1x പ്ലസ് k2y ഇസ് ഈക്വൽ ടു k1 ഇൻറ്റു ജി ടിൽഡ ഓഫ് x പ്ലസ് k2 ഇൻറ്റു ജി ടിൽഡ ഓഫ് y. Thus ജി ടിൽഡ ഈസ് ലീനിയർ. അടുത്തത് നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. To prove that G tilde is continuous. For x element of f, continuity prove ചെയ്യാൻ boundedness prove ചെയ്യണം. G tilde of x അതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ കിട്ടിയാൽ ജി ടിൽഡ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ജി ടിൽഡ ഇസ് എ ബൗണ്ടഡ് ലിനിയർ മാപ്പ് എന്ന് പറയാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു റിസൾട്ട് കൂടെ നമുക്ക് ഉടനെ പറയാൻ പറ്റും. ആൻഡ് നോം ഓഫ് ജി ടിൽഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്നും പറയാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്താൽ ജി ടിൽഡയുടെ നോമിൻ്റെ ഇൻഇക്വാലിറ്റി ആകും. നോം ഓഫ് ജി ടിൽഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ആരാണോ ആൽഫ ആയിട്ട് വന്നിരിക്കുന്നത് അതേ എന്ന് എഴുതാം. അപ്പോൾ നോം ഓഫ് ജി ടിൽഡ ഈക്വൽസ് നോം ഓഫ് ജി എന്നൂടെ പ്രൂവ് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഈ റിസൾട്ട് കൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഫോർ എക്സ് എലമെന്റ് ഓഫ് എഫ്, എഫിൽ നിന്നൊരു എക്സ് എടുത്താൽ നമ്മൾ മേളിൽ പറഞ്ഞതനുസരിച്ച് ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ടാകും എക്സിന്. അതിൻ്റെ ജി ഇമേജുകളുടെ ലിമിറ്റ് ആയിരിക്കും ജി ടിൽഡ ഓഫ് എക്സ് എന്ന് പറയുന്നത്. നേരെ അങ്ങ് എഴുതുകയാണ്. ഫോർ എക്സ് എലമെന്റ് ഓഫ് എഫ് ജി ടിൽഡ ഓഫ് എക്സ് അതിൻ്റെ മോഡുലസ് എടുക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ജി ടിൽഡ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് എൻ ആണ്. ലിമിറ്റിൻ്റെ
മോഡുലസിന്റെ ലിമിറ്റിന് തുല്യമാണെന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് g ഓഫ് x എന്ന് എഴുതാം. വീണ്ടും ജിയുടെ കണ്ടിന്യൂറ്റി വെച്ച് മോഡ് g ഓഫ് x നെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം g ഇൻറ്റു നോം x എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് g ഇൻറ്റു നോം ഓഫ് x. നോം ഓഫ് g എന്ന് പറയുന്നത് എന്നിന് ഇൻഡിപെൻഡൻ്റ്, അത് നമുക്ക് ലിമിറ്റിന് പുറത്തേക്ക് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു നോം ഓഫ് g ഇൻറ്റു ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് എക്സ് എൻ എന്ന എക്സ് എൻ ടെൻസ് ടു എക്സ് ആണ്. അപ്പോൾ നോം ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ടെൻസ് ടു നോം ഓഫ് എക്സ് ആണ്, നോമിൻ്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. നോം ഓഫ് എക്സ് എൻ്റെ ലിമിറ്റ് നോം എക്സ് ആണ്, ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാം. ഒന്നുകൂടെ എടുത്തെഴുതാം. ദിസ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ജി ടിൽഡ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ജി, ആൽഫയായിട്ട് വരുന്നത് നോം ഓഫ് ജി ആണ്, into norm of x. This is true for every x in f. Thus ഉടനെ പറയാം g tilde is continuous and എന്തും പറയാം norm of g tilde is less than or equal to, ഇവിടെ ആൽഫയായിട്ട് വന്നേക്കുന്ന ആള് norm of g ആണ്. Let this be inequality 1. കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ആണെന്നുള്ളത് കിട്ടി, അവരുടെ നോമുകൾ ഈക്വൽ ആണെന്നുള്ളതൂടെ കാണിക്കാൻ പോവാണ് അടുത്തതായിട്ട്. To prove that norm of g tilde equals norm of g. അതിലെ ഒരു ഭാഗം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നോം ഓഫ് ജി ടിൽഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ജി എന്ന് കിട്ടിയിട്ടുണ്ട്. തിരിച്ചുകൂടെ പ്രൂവ് ചെയ്താൽ മതി. നോം ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ജി ടിൽഡ എന്നൂടെ പ്രൂവ് ചെയ്താൽ മതി. And to get the reverse inequality, we have g tilde restricted to capital G is equal to small g. എന്താ കാര്യം? എങ്ങനെയാണ് ജി ടിൽഡ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ജി ടിൽഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് എൻ എന്നാണ്. അവിടെ എക്സ് എൻ എന്ന് പറയുന്നത് ജിയിലെ സീക്വൻസ് ആണ് ആൻഡ് ദാറ്റ് കൺവേർജസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എക്സ് ജിയിലേതാണെങ്കിലോ, എക്സ് ജിയിലേതാണെങ്കിൽ എക്സ് എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സീക്വൻസ് തന്നെ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസാണ്, അത് ജിയിലെ സീക്വൻസാണ്. അപ്പം നമുക്ക് ഈ കോൺസ്റ്റന്റ് സീക്വൻസ് തന്നെ എടുക്കാം ജിയിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ജി ടിൽഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ജി ഓഫ് എക്സ് എൻ എന്നുള്ളത് ജി ഓഫ് എക്സ് എന്ന് തന്നെ വരും. എക്സ് എൻ എക്സ് തന്നെയാണ്. ലിമിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സീക്വൻസിന്റെ ലിമിറ്റ് അത് തന്നെയല്ലേ, ജി ഓഫ് എക്സ് തന്നെ വരും. അപ്പൊ ജി ടിൽഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് തന്നെയാണ് ജിയിലെ എലമെന്റുകളിൽ. എക്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജി ടിൽഡ ഓഫ് എക്സ് ജി ഓഫ് എക്സിന് തുല്യമാണ്. അതുകൊണ്ട് ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ജി എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. എപ്പോഴും റെസ്ട്രിക്ഷന്റെ നോം ഫംഗ്ഷന്റെ നോമിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇംപ്ലൈസ് നോം ജി which is equal to norm g tilde restricted to g and this is less than or equal to norm of g tilde. ജി ടിൽഡയെ ഒരു ചെറിയ സെറ്റിലേക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോം അതിൻ്റെ യഥാർത്ഥ നോമിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. മുമ്പ് ഒരുപാട് തിയറങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ദിസ് ഇംപ്ലൈസ് നോം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ടിൽഡ. ഇനിക്വാളിറ്റി 2. നേരത്തെ നമുക്ക് നോം ജി ടിൽഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി എന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ തിരിച്ചും കിട്ടി, നോം ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ടിൽഡ. ഫ്രം 1 and 2 നോം ഓഫ് ജി ടിൽഡ ഈക്വൽസ് നോം ഓഫ് ജി. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന സബ്സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിനെ നമ്മൾ
എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ ക്ലോഷറിലോട്ട് കൊണ്ടുപോയി. എഫ് എന്ന് പറയുന്ന ക്ലോഷറിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ജി ടിൽഡ എന്ന് പറയുന്ന പുതിയൊരു കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണൽ നമ്മൾ കണ്ടുപിടിച്ചു. ജി ടിൽഡയുടെ ജിയിലേക്കുള്ള റെസ്ട്രിക്ഷൻ സ്മോൾ ജി തന്നെയാണ്, അതുകൊണ്ട് ഇത് എക്സ്റ്റൻഷൻ ആണ്. കൂടാതെ അവരുടെ നോമുകൾ ഈക്വൽ ആണ് താൻ. ഇനി നമുക്ക് റീസ് റെപ്രസെന്റേഷൻ തിയറം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജി ടിൽഡയെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എച്ചിലേക്ക് കൊണ്ടുപോകാം. അടുത്ത പാർട്ട് അതാണ്. അതിനാദ്യം നമ്മൾ റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എഫില് സിൻസ് F is a closed subspace of H. ജിയുടെ ക്ലോഷർ ആയ എഫ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്, ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഒരു ഹിൽബർട്ട് സ്പേസിന്റെ കംപ്ലീറ്റ് സബ്സ്പേസ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഹിൽബർട്ട് സ്പേസ് ആണ്. ഹെൻസ് F itself is a Hilbert space. ഒരു ഹിൽബർട്ട് സ്പേസും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷണലും ഉണ്ടെങ്കിൽ നമുക്ക് റീസ് റെപ്രസെന്റേഷൻ തിയറം അപ്ലൈ ചെയ്യാം. അതാണ് റീസ് റെപ്രസെന്റേഷൻ തിയറം. എച്ച് എന്ന് പറയുന്ന ഒരു ഹിൽബർട്ട് സ്പേസ്, ആ എച്ചിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ, എച്ചിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എച്ചിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനലാണ് എഫ് എങ്കിൽ, എച്ച് ഡാഷിലെ എലമെന്റ് ആണ് എഫ് എങ്കിൽ, there exists a unique y in H such that f of x is equal to inner product x comma y for all x element of H. എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന ഒരു റെപ്രസെന്റർ എഫിനുണ്ടായിരിക്കും എച്ചിനകത്ത്. ഒരു ഹിൽബർട്ട് സ്പേസും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനലും ഉണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷന് ഒരു റെപ്രസെന്റർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എച്ചിനകത്ത് ആ ഹിൽബർട്ട് സ്പേസിൽ ഒരു റെപ്രസെന്റർ ഉണ്ടായിരിക്കും എന്നതാണ് റീസ് റെപ്രസെന്റേഷൻ തിയറം പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എഫ് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനലാണ് ജി ടിൽഡ. ജി ടിൽഡ ഡൊമൈൻ എഫ് ആണ്. അപ്പൊ നമുക്ക് റീസ് റെപ്രസെന്റേഷൻ തിയറം ജി ടിൽഡയ്ക്ക് അപ്ലൈ ചെയ്യാം ഓൺ എഫിൽ. നൗ അപ്ലൈയിങ് Rees representation theorem to G tilde on the Hilbert space F. തീർച്ചയായിട്ടും ഈ ജി ടിൽഡയ്ക്ക് എഫിനകത്തൊരു റെപ്രസെന്റർ ഉണ്ടാവും. ആ റെപ്രസെന്ററിനെ നമ്മൾ y എന്ന് വിളിക്കുന്നു. we obtain a representer y in f of g tilde. ജി ടിൽഡയുടെ റെപ്രസെന്റർ ആയിരിക്കും ഈ y എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെപ്രസെന്റർ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? f of x is equal to inner product xy for all x element of the space എന്ന് പറയണം. അപ്പോൾ ഇവിടെ g tilde of x is equal to inner product xy for all x element of f. അതാണ് എൻ്റെ അർത്ഥം. y റെപ്രസെന്റർ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ g tilde എക്സ്റ്റെൻഡ് ചെയ്ത് f ഉണ്ടാക്കാൻ പോവാം. Now define. ഇപ്പൊ നമുക്കൊരു y കിട്ടിയില്ലേ, ആ y വെച്ചിട്ട് നമ്മൾ എഫ് ഉണ്ടാക്കാം. ഈ റെപ്രസെന്ററിന്റെ സഹായത്താൽ എഫ് ഉണ്ടാക്കാൻ പോവാം. നൗ ഡിഫൈൻ എഫ് ഫ്രം എച്ച് ടു കെ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ നമുക്കിപ്പോൾ കിട്ടിയ y ഫോർ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഈ ഫംഗ്ഷൻ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാ. ഇത്തരം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ തീർച്ചയായും ലിനിയറും കണ്ടിന്യൂസും ആണ്. പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇന്നർ പ്രോഡക്റ്റ് ഫസ്റ്റ് വേരിയബിളിൽ ലിനിയറും കണ്ടിന്യൂസും ആയതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിനിയറും കണ്ടിന്യൂസും ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. സിൻസ്
the inner product is linear and continuous in the first variable. Since the inner product is linear and continuous in the first variable, this f is an element of h dash. f എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ലിനിയർ ഫങ്ഷണൽ ആയിരിക്കും. കണ്ടിന്യൂസ് ലിനിയർ ഫങ്ഷനിലായി. ഇനി നമുക്ക് വേണ്ടുന്നത് എഫിന്റെ റെസ്ട്രിക്ഷൻ, എഫ് റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സ്മോൾ ജി ആവണം, എങ്കിലേ എക്സ്റ്റൻഷൻ ആവത്തുള്ളൂ എഫ് എന്ന് പറയുന്നത്. കൂടാതെ നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി എന്ന് കിട്ടുകയും വേണം. അതുകൂടെ പ്രൂവ് ചെയ്യണം. ഓൾസോ എഫ് റെസ്ട്രിക്റ്റഡ് ടു ജി ഈസ് ഈക്വൽ ടു, എഫിനെ ജിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക, എഫ് റെസ്ട്രിക്റ്റഡ് ടു ജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ജി ആയിരിക്കും. എന്താ കാര്യം? ഈ ജി ടിൽഡയുടെ ഡെഫിനിഷൻ നോക്കിയേ. ജി ടിൽഡ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ആ, അത് എക്സ് എലമെന്റ് ഓഫ് എഫ്. എഫിനകത്ത് എഫ് നമ്മൾ സ്മോൾ എഫ് ഡിഫൈൻ ചെയ്തതും അങ്ങനെ തന്നെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഫോർ എക്സ് എലമെന്റ് ഓഫ് എച്ച്. അപ്പൊ ശരിക്കും ഈ എഫും ജി ടിൽഡയും ഈക്വൽ ആണ് ക്യാപിറ്റൽ എഫിലെ പോയിന്റുകളിൽ. എച്ചിനകത്തെ പോയിന്റുകളിലെല്ലാം എഫ് ഇതാ, എച്ചിന്റെ സബ്സ്പേസാ എഫ്. അപ്പൊ എഫിലെ ഒരു പോയിന്റ് എടുത്താൽ എഫിലെ പോയിന്റിൽ ജി ടിൽഡയുടെ ഡെഫിനിഷനും എഫിന്റെ ഡെഫിനിഷനും സെയിം ആണ്. അപ്പൊ എഫിനകത്ത് എഫിലെ പോയിന്റുകളിൽ ജി ടിൽഡയും എഫും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ എഫിലെ പോയിന്റുകളിലെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ജിയിലെ പോയിന്റുകളിലും അത് ഈക്വൽ ആയിരിക്കും. കാരണം ജി എഫിന്റെ സബ്സ്പേസാ, ജി എഫിന്റെ സബ്സെറ്റാ, ജിയുടെ ക്ലോഷറാ എഫ്. ജിയിലെ പോയിന്റുകളിൽ തീർച്ചയായിട്ടും ഈ ഡെഫിനേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും രണ്ടുപേരും ഒന്നാണ്. സോ എഫ് റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ എഫ് എന്ന് തന്നെ പറയാം, നമുക്ക് ജി മതി, അതിലോട്ടാ പോകേണ്ടത്, അതുകൊണ്ട് അങ്ങനെ പോവാണ്. എഫ് റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി ഈ സെയിം ആസ് ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ജി ടിൽഡ റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ആൻഡ് നോം ഓഫ് എഫ്, എഫിന്റെ നോം അതിന്റെ റെപ്രസെന്ററിന്റെ നോമിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എഫിന്റെ റെപ്രസെന്റർ വൈ ആണ്, ജി ടിൽഡയുടെ റെപ്രസെന്ററും വൈ തന്നെ. ജി ടിൽഡയുടെ നോം വൈക്ക് തുല്യമായിരിക്കും, എഫിന്റെ നോമും വൈക്ക് തുല്യമായിരിക്കും. ഇങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ എഫിന്റെ റെപ്രസെന്റർ ആയിരിക്കും വൈ എന്ന് പറയുന്നത്. ഈ എഫിന്റെ നോമും വൈയുടെ നോമും ഈക്വൽ ആയിരിക്കും. നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് വൈ ആയിരിക്കും. ദിസ് ഈക്വൽ ടു നോം ഓഫ് വൈ. അഗെയിൻ നോം ഓഫ് വൈ ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി ടിൽഡ ആയിരിക്കും, കാരണം ജി ടിൽഡയുടെ റെപ്രസെന്റർ ആണ് വൈ. ആൻഡ് നോം ഓഫ് ജി ടിൽഡ ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി ആണ്. അത് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേളിൽ. നോം ഓഫ് ജി ടിൽഡ ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി എന്നും കിട്ടും. നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് വൈ ആൻഡ് നോം ഓഫ് വൈ ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി ടിൽഡ. അത് രണ്ടും കിട്ടിയിരിക്കുന്നത് റെപ്രസെന്ററിന്റെ നോം ഫംഗ്ഷന്റെ നോമിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് അത് രണ്ടും കിട്ടിയിരിക്കുന്നത്. ദെൻ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ച് നോം ഓഫ് ജി ടിൽഡ ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി ആണ്. അപ്പോൾ ഫലത്തിൽ നോം എഫ് ഈസ് ഈക്വൽ ടു നോം ജി എന്ന് കിട്ടുന്നു. കൂടാതെ ജിയുടെ എക്സ്റ്റൻഷനാണ് എഫ് എന്നും കിട്ടുന്നു. അപ്പോൾ എല്ലാം അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ ഈ എക്സ്റ്റൻഷൻ യുണീക്ക് ആണെന്ന് കാണിക്കണം. അതും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് യുണീക്ക്. തിയറത്തിൽ പറയുന്നതനുസരിച്ച് എഫിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എഫ് ജിയുടെ എക്സ്റ്റൻഷൻ ആണ്. എഫ് റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു സ്മോൾ ജി ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണൽ ആണ്. എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് ആണ്. കൂടാതെ ഇവരുടെ നോമുകൾ ഈക്വൽ ആണ്. നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ജി. ഇത്രയും പ്രത്യേകതകളായി, 3 പ്രത്യേകതകളായി എഫിനുള്ളത്. ഇതേ പ്രത്യേകതകളുള്ള വേറൊരു ഫംഗ്ഷണൽ ഉണ്ടെന്ന് ഇരിക്കട്ടെ. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് ആ ഫംഗ്ഷണൽ എഫിന് ഈക്വൽ ആണെന്ന് കാണിക്കണം, എഫ് യുണീക്ക് ആകണമെങ്കിൽ. അപ്പോൾ ഇത് ഇതേപോലെയുള്ള പ്രത്യേകതയുള്ള മറ്റൊരു ഫംഗ്ഷണൽ എടുക്കുകയാണ്, എച്ച് എന്ന് എടുക്കുകയാണ്. ലെറ്റ് എച്ച് എലമെന്റ് ഓഫ് എച്ച് ഡാഷ് be such that h restricted to capital G is equal to small g and norm of h is equal to norm of g. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് h of x equals
എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് കാണിക്കുകയാണ്. എച്ച് ഈക്വൽസ് എഫ് എന്ന് കിട്ടണം. അതിന് എച്ച് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണം. എന്ന് വെച്ചാൽ എച്ച് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന്. അങ്ങനെ നമ്മൾ എഫ് ഉണ്ടാക്കിയത് ജി ടിൽഡയുടെ റെപ്രസെന്ററായ വൈയെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടണം. എച്ച് എഫ് ഈക്വലാന്ന് കിട്ടണമെങ്കിൽ എച്ച് ഓഫ് എക്സ് ഈക്വൽസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് കിട്ടണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ എച്ചും ജി ടിൽഡയും ഈക്വലാന്ന് കാണിക്കാൻ പോവുകയാണ്. എഫിലെ പോയിന്റുകളിൽ, എഫിലാണല്ലോ നമ്മൾ ജി ടിൽഡ ഡിഫൈൻ ചെയ്തത്, ആ എഫിലെ പോയിന്റുകളിൽ നമ്മളുടെ എച്ചും ജി ടിൽഡയും ഈക്വലാന്ന് കാണിക്കാൻ പോകുന്നു. അതിനുവേണ്ടി എഫ് എന്നൊരു പോയിന്റ് എടുക്കാം. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ്. എഫ് ജിയുടെ ക്ലോഷർ ആണ്. അപ്പോൾ ഉടനെ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് നമുക്ക് ജിയിൽ നിന്ന് എടുക്കാം, മുമ്പ് എടുത്തതുപോലെ. ദെൻ there is a sequence xn in capital G such that xn converges to x. xn converges to x ആയതുകൊണ്ട് xn converges to x ആയതുകൊണ്ട് h of xn converges to h of x എന്ന് പറയാം. hന്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചുകൊണ്ട്. h എലമെന്റ് ഓഫ് h ഡാഷ് ആണ്. എച്ച് എന്ന് പറയുന്നത് എച്ച് ഡാഷിലെ എലമെന്റ് ആണ്. എച്ച് ഡാഷിലുള്ളവർ കണ്ടിന്യൂസ് ലിനിയർ ഫങ്ഷണൽസ് ആണ്. എച്ചിന്റെ കണ്ടിന്യൂറ്റി യൂസ് ചെയ്തുകൊണ്ട് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ പ്രകാരം നമുക്കിത് പറയാം. ദെൻ സിൻസ് എച്ച് ഈസ് കണ്ടിന്യൂസ്, എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി h of x. h of x n tends to h of x എന്ന് പറഞ്ഞാൽ h of x is equal to limit n tends to infinity h of x, and that is equal to limit n tends to infinity g of xn എന്ന് എഴുതാം. കാരണം xn എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണ്. ജിയിലെ എലമെന്റുകളിൽ എച്ചും ജിയും തുല്യമാണ്. സ്മോൾ എച്ചും സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയിൽ ഒന്ന് തന്നെയാണ്. ക്യാപിറ്റൽ ജിയിൽ ഒരു പോയിന്റ് എടുത്താൽ എച്ചിന്റെയും ജിയുടെയും വില ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എച്ച് ഓഫ് എക്സനും ജി ഓഫ് എക്സനും തുല്യമാണ്. കാരണം എക്സനുകൾ ജിയിലേതാണ്. വീണ്ടും ഇതിനെ ലിമിറ്റ് ജി ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് ജി ടിൽഡയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജി ടിൽഡ ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഇംപ്ലൈസ് എച്ച് ഓഫ് എക്സ് ഈക്വൽസ് ജി ടിൽഡ ഓഫ് എക്സ് എന്ന് കിട്ടി for all x element of f. എഫിനകത്ത് ഇവർ രണ്ടുപേരും ഒന്ന് തന്നെ. സോ എച്ച് എന്നതാണ് വലിയ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ. എച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ എച്ചിലാണ് എച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിന്റെ സബ്സ്പേസ് ആയ എഫിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ ആണ് ജി ടിൽഡ. എഫിലെ പോയിന്റുകളിൽ ജി ടിൽഡയും എച്ചും തുല്യമാണ് എന്ന് പറയുമ്പോൾ എച്ച് റെസ്ട്രിക്റ്റഡ് ടു ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ടിൽഡയാണ്. ഇൻ പർട്ടിക്കുലർ, നമുക്ക് പ്രൂഫിന് വേണ്ടി ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കാം. ഇൻ പർട്ടിക്കുലർ എച്ച് ഓഫ് വൈ ഈക്വൽസ് ജി ടിൽഡ ഓഫ് വൈ ബിക്കോസ് വൈ ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ്. നമ്മുടെ ജി ടിൽഡയുടെ എഫിനകത്തെ റെപ്രസെന്റർ വൈ മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് ജി ടിൽഡയുടെ റെപ്രസെന്ററായി എഫിൽ നിന്ന് ചൂസ് ചെയ്ത ആളാണ്. എഫിലെ എലമെന്റുകളിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. എഫിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എച്ചും ജി ടിൽഡ ഈക്വൽ ആണ്. സോ ഇൻ പർട്ടിക്കുലർ എച്ച് ഓഫ് വൈയും ജി ടിൽഡ ഓഫ് വൈയും ഈക്വൽ ആയിരിക്കും. നമുക്കത് പ്രൂഫിന് വേണ്ടി ആവശ്യമുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ റീസ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് എച്ചിന് ഒരു റെപ്രസെന്റർ ഉണ്ടായിരിക്കുമല്ലോ. എച്ച് ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ അല്ല. അപ്പോൾ റീസ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് നമ്മളുടെ സ്മോൾ എച്ചിന് ഒരു റെപ്രസെന്റർ ഉണ്ടാവും. അതിനെ z എന്ന് എടുക്കുന്നു. ലെറ്റ് z element of h be the representer of h in capital H. എന്ന് വെച്ചാൽ that is h of x equals inner product xz
ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. നമ്മുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എച്ച് ഓഫ് എക്സ് ഈക്വൽസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് കാണിക്കുകയാണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഇവിടെ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് ആയിരിക്കും ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. അപ്പോൾ ഫലത്തിൽ നമുക്ക് ഈ ഇതിലേക്ക് വരാൻ, ഇത് കിട്ടാൻ, ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് കിട്ടാൻ ഈ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കാണിച്ചാൽ മതി. ഇസഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്തേക്കുന്ന ഇസഡ്, എച്ചിന്റെ റെപ്രസെന്ററായ ഇസഡ് എഫിന്റെ റെപ്രസെന്ററായ വൈക്ക് അല്ലെങ്കിൽ ജി ടിൽഡയുടെ റെപ്രസെന്ററായ വൈക്ക് തുല്യമാണെന്ന് കാണിച്ചാൽ മതി. അതിലോട്ടാണ് ഇനി പോകുന്നത്. ദെൻ ഇസഡും വൈ ഈക്വലാന്ന് കാണിക്കണം. അതിനുവേണ്ടി കൺസിഡർ ദിസ് നോം ഇസഡ്. നോം ഇസഡ് ഈസ് ഈക്വൽ ടു റെപ്രസെന്റ് എച്ചിന്റെ റെപ്രസെന്ററായ ഇസഡ്. അപ്പൊ ഇസഡിന്റെ നോം എച്ചിന്റെ നോമിന് തുല്യമാണ്, നോം ഓഫ് എച്ച്. ആൻഡ് നോം ഓഫ് എച്ച് നോം ഓഫ് ജിക്ക് തുല്യമാണ് നമ്മുടെ അസംഷൻ അനുസരിച്ച്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത അനുസരിച്ച് യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അസ്യൂം ചെയ്തത് എച്ചിന്റെ നോമും ജിയുടെ നോമും ഈക്വൽ ആണെന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നോം എച്ച് ഈസ് ഈക്വൽ ടു നോം ജി എന്ന് എഴുതാം. ആൻഡ് നോം ജി ഈസ് ഈക്വൽ ടു നോം വൈ ആണ്. അത് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മുകളിൽ എഫിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്തിടത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോം വൈ ഈസ് ഈക്വൽ ടു നോം ജി ആണെന്ന്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് നോം ഇസഡ് ഈസ് ഈക്വൽ ടു നോം വൈ. നമ്മുടെ ലക്ഷ്യം ഇസഡും വൈ ഈക്വൽ ആണെന്ന് കാണിക്കുകയാണ്. അതിന് നോം ഇസഡ് ഈസ് ഈക്വൽ ടു നോം വൈ എന്ന് കിട്ടി. അടുത്തത് ഓൾസോ ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് എച്ച് ഓഫ് വൈ എന്ന് എഴുതാം. കാരണം എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് ആണല്ലോ. അപ്പൊ അതിൽ എക്സിന് പകരം വൈ ഇട്ട് വായിച്ചാൽ ഏത് എക്സിനും ട്രൂ ആയതേ, ക്യാപിറ്റൽ എച്ചിലെ എല്ലാവർക്കും അത് ട്രൂ ആണ്. ഇൻ പർട്ടിക്കുലർ വൈക്കും ട്രൂ ആകണം. അപ്പൊ എച്ച് ഓഫ് വൈ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡ് ആണ്. ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ എന്ന് എഴുതാം. ആൻഡ് എച്ച് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ജി ടിൽഡേ ഓഫ് വൈ എന്ന് നമ്മൾ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ജി ടിൽഡേ ഓഫ് വൈ. ആൻഡ് ജി ടിൽഡേ ഓഫ് വൈ ഈസ് ഈക്വൽ ടു, ജി ടിൽഡയുടെ ഡെഫിനിഷൻ എന്തുവായിരുന്നു? ജി ടിൽഡേ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ആണ്. കാരണം വൈ ജി ടിൽഡയുടെ റെപ്രസെന്റർ ആണ്. അപ്പൊ ജി ടിൽഡേ ഓഫ് വൈ എന്നുള്ളതിനെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു, ദിസ് ഇംപ്ലൈസ് ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ. വൈയും ഇസഡും ഈക്വൽ ആണെന്നാ വേണ്ടുന്നത്. അത് പ്രൂവ് ചെയ്യാൻ സഹായകരമായ ചില റിസൾട്ടുകൾ ഇവിടെ ഉണ്ടാക്കി വെക്കുക ചെയ്തേക്കുന്നത്. അവരുടെ നോമുകൾ ഈക്വൽ ആണെന്ന് കിട്ടി. കൂടാതെ വൈ ഇസഡ് എന്ന ഇന്നർ പ്രോഡക്റ്റും വൈ വൈ എന്ന ഇന്നർ പ്രോഡക്റ്റും ഈക്വൽ ആണെന്ന് കിട്ടി. ഇത് വൈ ഇസഡ് അല്ല, വൈ വൈ. inner product yz equals inner product yy. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ y ഈക്വൽസ് ഇസഡിലേക്ക് പോകാം. അതിന്റെ പ്രൂഫിലോട്ട് പോകാം. y z ഈക്വൽ ആണെന്ന് കാണിക്കാൻ അവരുടെ ഡിഫറൻസിന്റെ നോം 0 ആണെന്ന് കാണിച്ചാൽ മതി. സോ കൺസിഡർ നോം y minus z the whole square, and this is equal to the inner product y minus z comma y minus z എന്ന് എഴുതാം. that is equal to inner product expansion വെച്ചിട്ട് inner product yy minus inner product yz minus inner product zy minus inner product minus അല്ല plus inner product zz. അല്ലേ, ഇതിലത്തെ എക്സ്പാൻഷൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ലിനിയാരിറ്റി, ഫസ്റ്റ് വേരിയബിളിലെ ലിനിയാരിറ്റിയും സെക്കൻഡ് വേരിയബിളിലെ കോഞ്ചുഗേറ്റ് ലിനിയാരിറ്റിയും വെച്ചിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇത് നോം വൈ സ്ക്വയർ ആണ്. ഈ ഇസഡ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഇസഡിന്റെ കോഞ്ചുഗേറ്റ് ആണ്. ഇസഡ് വൈ വൈ ഇസഡിന്റെ കോഞ്ചുഗേറ്റാ. മൈനസ് കോമൺ ആയിട്ട് മാറ്റിയാൽ ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് പ്ലസ് അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന ഇസഡ് പ്ലസ് ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ അതിനെ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് എഴുതാം കോംപ്ലക്സ് നമ്പറിൽ. ആ രീതിയിൽ ഇതിനെ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് എന്ന് എഴുതാം. പ്ലസ് നോം
ഇസഡ് സ്ക്വയർ. ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് എന്നുള്ളതിനെ നോം ഇസഡ് സ്ക്വയർ. ഇത് നമുക്ക് ഡയറക്റ്റ് അറിയേണ്ടതാ. നോം വൈ മൈനസ് ഇസഡ് ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഡയറക്റ്റ് ഇങ്ങനെ അറിയേണ്ടതാണ്. നോം വൈ സ്ക്വയർ അത് കാണാതെ അറിയേണ്ടതാ. നോം വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് പ്ലസ് നോം ഇസഡ് സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു നോം വൈ സ്ക്വയർ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് വൈ വൈക്ക് തുല്യമാണ്. ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ് അല്ലേ. രണ്ട് കമ്പോണന്റ് രണ്ട് വേരിയബിൾ ഈക്വൽ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. ഇതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പറാണ്. അതിനോട് ഈക്വൽ ആയതെന്ന് പറയുമ്പോൾ ഇതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പറാണ്. ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡ് തന്നെയാണ്. അത് ഇന്നർ പ്രോഡക്റ്റ് വൈ വൈക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. മൈനസ് 2 ഇൻറ്റു നോം വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് നോം ഇസഡ് നോം വൈക്ക് തുല്യമാണെന്നും മേളിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോം ഇസഡ് ഇസ് ഈക്വൽ ടു നോം വൈ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്ലസ് നോം വൈ സ്ക്വയർ എന്നും കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ഇത് മനസ്സിലാക്കുക. 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് വൈ വൈ എന്ന് തന്നെ. വൈ സെഡും വൈ വൈ ഈക്വല. ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. അതിന്റെ റിയൽ പാർട്ട് അത് തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ വൈ എന്നാണ്. ഇന്നർ പ്രോഡക്റ്റ് വൈ വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നോം വൈ സ്ക്വയർ. സോ ദിസ് ഇംപ്ലൈസ് ഡിഫറൻസിന്റെ നോം 0 എന്ന് കിട്ടി. ഇതിന്റെ സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ നോം 0 ആയിരിക്കണം. നോം വൈ മൈനസ് ഇസഡ് ഈക്വൽ 0 and that implies y minus z equals 0 or y equals z. Therefore, for x element of h of x is equal to h of x എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ആണ്. എച്ചിന്റെ റെപ്രസെന്റർ ഇസഡ് ആയതുകൊണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് എഴുതാം. കാരണം ഇസഡും വൈയും ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്നതിനെ എഫ് ഓഫ് വൈ നമ്മുടെ എഫിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എന്ന് കിട്ടി ഇൻ എച്ച്. ദിസ് ഇംപ്ലൈസ് എച്ച് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ഇൻ എച്ച്. ഇംപ്ലൈസ് എച്ച് ഈക്വൽസ് എഫ്. ഹെൻസ് എഫ് ഈസ് യൂണിക്.